ഇതാണ് ഞാൻ മിനിഞ്ഞാന്നുണ്ടാക്കിയ മൊബൈൽ ഫോണിൻ്റെ സ്റ്റാൻഡ്. അപ്പോൾ ഇതാണ് സംഭവം. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സ്റ്റാൻഡ്. ഇതിൻ്റെ മുകളിലാണ് കണ്ടത് ഒരു ഹോൾ കണ്ടോ? ഹോള് ഞാൻ ഈ കപ്പലില്ലേ അവിടെ ഒരു ഹോൾ കണ്ടോ? ഈ ഹോളിൻ്റെ ഉള്ളിലാണ് ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ ലാൻഡ്സ്കേപ്പിൽ പിടിച്ചിട്ട് ഈ ഫോൺ എന്ത് ചെയ്യുക, ഇതിനുള്ളിലോട്ട് ഇറക്കുക. ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കുക. അത് ഞാൻ ഇവിടെ ഒരു ഭാഗം കണ്ടിട്ട് ഒരു ഭാഗം രണ്ട് ഭാഗത്തും ഇതിങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. മൂടിയുടെ സംഭവം ഇതുപോലെ ചുറ്റും ഇതുപോലെ ഇങ്ങനെ ചുറ്റും പോയിട്ടുണ്ട് സംഭവം. ആ ഒരു വരയുടെ അവിടെ വരാണ് ഞാൻ മൂടിയുടെ ഭാഗത്ത് ഞാൻ മുറിച്ച് വെച്ചത്. അത് രണ്ട് ഭാഗത്ത് അങ്ങനെയാണ്, മുഴുവനായിട്ട് ഞാൻ മുറിച്ചിട്ടില്ല, എല്ലാം പകുതിയാണ്. ഇവിടെയും പകുതി അവിടെയും പകുതി. കാരണം അങ്ങനെ ആക്കി വെച്ചത് മൊബൈൽ ഫോൺ അധികം ഉള്ളിലോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിങ്ങനെ രണ്ട് ഭാഗത്ത് ചെയ്യുമ്പോഴേ മൊബൈൽ ഫോൺ ലാൻഡ്സ്കേപ്പിൽ പിടിക്കുമ്പോഴേ ഇത് തടഞ്ഞ് അവിടെ നിൽക്കും. രണ്ട് ഭാഗം തടഞ്ഞ് നിൽക്കുന്നത് മൊബൈൽ ഫോണിൻ്റെ രണ്ട് ഭാഗങ്ങൾ. ഒന്ന് ഇവിടെയും ഇത് കാണിച്ചു തരാൻ പറ്റില്ല. കാരണം ഒരു ഞാൻ പറഞ്ഞു നേരത്തെ എനിക്ക് മറ്റൊരു മൊബൈൽ ഫോൺ വേണം. അതാണ് ഇനി മറ്റൊരു ക്യാമറ, എന്നാലേ എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മൊബൈൽ ഫോൺ ലാൻഡ്സ്കേപ്പിലായിട്ട് പിടിക്കുമ്പോഴേ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു സെൻസർ, മൊബൈൽ ഫോണിൽ സെൻസർ ഭാഗമില്ലേ, ആ ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു സെൻസർ വരുന്ന ഭാഗമില്ലേ അത് ഇവിടെ നിന്ന് ഇറക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ മൊബൈൽ ഫോണിൻ്റെ അടിഭാഗമില്ലേ, അടിഭാഗം, അപ്പോൾ അത് എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് ഇറക്കി വയ്ക്കുക. അപ്പോൾ അങ്ങനെ ഇറക്കി വയ്ക്കുമ്പോൾ ഇങ്ങനെ അവിടെ ഇരുന്നോളൂ. ഞാൻ കാണിച്ചു തരാം. അതിന് ശേഷം ഞാൻ സംസാരിക്കണം കേട്ടോ. അങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഈ പൊത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പാടില്ല. കാരണം സ്റ്റേബിളായിട്ട് ഇരിക്കണം. അപ്പോൾ സ്റ്റേബിളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് മൂടിയുടെ നടുക്ക് മുറിച്ചിട്ട് മൂടിയുടെ രണ്ട് വശം ഞാൻ പകുതിക്ക് വെച്ച് കട്ട് ചെയ്ത് ലെവലാക്കിയത് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഈ ഡ്രീം കേക്കിൻ്റെ പെട്ടി കണ്ടവർക്ക് അറിയാം. ഡ്രീം കേക്കിൻ്റെ പെട്ടിൻ്റെ മുടി ഈ മുടിയുടെ ചുറ്റിങ്ങനെ ഒരു ലൈൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ ലൈനിൻ്റെ തൊട്ട് മുകളിൽ എന്ന് പറഞ്ഞാൽ ലൈൻ കട്ട് ചെയ്യാൻ പാടില്ല. ലൈൻ കട്ട് ചെയ്താൽ നമ്മൾ ഉദ്ദേശിച്ച സംഭവം വർക്കാവില്ല. അപ്പോൾ ലൈൻ കട്ട് ചെയ്യാണ്ട് സെൻട്രലിൽ ഇങ്ങനെ കട്ട് ചെയ്യുക. സെൻട്രൽ എന്ന് പറഞ്ഞാൽ മൂടിയുടെ സെൻറ്റർ ഇങ്ങനെ കട്ട് ചെയ്യാൻ കട്ടറുണ്ട്, അത് വെച്ച് യൂസ് ചെയ്യാം. അത് വെച്ച് യൂസ് ചെയ്യണമെന്നാണ് ഏറ്റവും നല്ലത്. കാരണം അത് സിമ്പിളായിട്ട് ഇങ്ങനെ അധികം സമയം എടുക്കാണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഈ എക്സ്ട്രാ ബ്ലേഡും കത്തിയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ മുറിയാൻ നല്ല പാടാണ്. ഞാൻ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. പിന്നെ മാത്രമല്ല ചെറിയ കത്തിരിക്ക ഉണ്ടെങ്കിൽ, നല്ല മൂർച്ചയുള്ള ഒരു ചെറിയൊരു കത്തിരിക്ക അതുണ്ടെങ്കിൽ എളുപ്പം നടക്കും. അതിന് നല്ല മൂർച്ചയുണ്ടെങ്കിൽ നടക്കും. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു ഈ മൂടിയുടെ ലൈൻ
മൂടിയുടെ ചുറ്റിങ്ങനെ ലൈൻ ഈ ഡ്രീം കേക്കിൻ്റെ മൂടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യാൻ പാടില്ല. അത് കട്ട് ചെയ്യാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെൻറ്ററിൽ ഇങ്ങനെ എനിക്ക് കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല. എനിക്ക് മറ്റൊരു മൊബൈൽ ഫോൺ ക്യാമറ വേണം, അത് വാങ്ങിക്കാൻ ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് മേടിക്കണമെങ്കിൽ പൈസ വേണം, പൈസയാണ് നടക്കില്ല. അപ്പോൾ അത് മേടിക്കണമെങ്കിൽ ഒന്ന് എൻ്റെ ഒരു ചാനൽ ബൂസ്റ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ വരുമാനം, ഞാൻ മനസ്സിൽ കണ്ട വരുമാനം യൂട്യൂബിൽ നിന്നാണ്. യൂട്യൂബിൽ നിന്നാണ് പ്രതീക്ഷ. വേറെ ഇവിടെ നിന്ന് എനിക്ക് വളരെയധികം പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം അത് ഇൻവെസ്റ്റൊക്കെ വേണം, ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ ജോലി ചെയ്യണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്യാണ്ട് എനിക്കൊരു പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല, ജോലി വരെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇൻവെസ്റ്റ് ചെയ്യാണ്ട് പരിപാടി നടക്കില്ല. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ അതല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് എനിക്ക് ക്യാഷ് കിട്ടണം, അതല്ലെങ്കിൽ അത് വഴി കിട്ടണം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ എന്ത് ചെയ്യുക, ബൂസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഹൈ ഒക്കെ ആക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ മൂടിയുടെ ലൈൻ ഇതൊക്കെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഈ മൊബൈൽ ഫോണിൻ്റെ ഇത് പറയാൻ പറ്റില്ല, എനിക്ക് ചിലവാക്കി പറയുമ്പോൾ വിറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മൊബൈൽ ഫോണിൻ്റെ സ്റ്റാൻഡെന്ന് പറയുന്നത്. എനിക്ക് ചില സമയത്ത് പറയാൻ സാധിക്കില്ല. വീട്ടിലൊരു ഡ്രീം കേക്കിൻ്റെ മൂടിയുടെ ചുറ്റ് ലൈൻ പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യാൻ പാടില്ല. അത് കട്ട് ചെയ്യാണ്ട് നിങ്ങൾ മൂടിയുടെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യും. മൂടി സെൻറ്ററിൽ നിന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും. അത് കത്രിക വെച്ചില്ല കട്ട് ചെയ്യാം. നിങ്ങൾ കത്രിക വെച്ച് കട്ട് ചെയ്തിട്ട് മുമ്പ് പെൻസിലുകൊണ്ടോ സ്കെച്ചുകൊണ്ടോ നിങ്ങൾ വരയ്ക്കുക. സ്കെച്ചിങ് സ്റ്റൈലെടുക്കുക, നേരൊക്കെ വരയ്ക്കുക, ഒരു ലൈൻ വരയ്ക്കുക. ഏറ്റവും നല്ല ഈസിയുള്ള സംഭവം സ്കെച്ചാണ്. കാരണം കാണണ്ട, നേരൊക്കെ വരച്ചത് കാണണം, വരച്ചത് കാണണം, വരച്ച കാണണ്ടേ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സ്കെച്ച് ഉപയോഗിക്കുക. മാഞ്ഞു പോവും സ്കെച്ച്, നിങ്ങൾക്കറിയാലോ, മാഞ്ഞു പോവും. നോക്കി കണ്ട് വരയ്ക്കുക, വെട്ടിയെടുക്കുക. പിന്നെ എനിക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾക്കത് കാണിച്ച് തരണമെന്ന്. മൊബൈൽ ഫോൺ ആരോടെ വെച്ചിട്ട് വേണം, അതല്ലെങ്കിൽ മറ്റൊരു മൊബൈൽ ഫോണോ ക്യാമറ വേണം. ഞാൻ പറഞ്ഞു തരാം. ലൈൻ കട്ട് ചെയ്യരുത്. ലൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂടിയുടെ ലൈന് അതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ആവും, രണ്ട് പീസാവും. അപ്പോൾ അത് ലൈൻ കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മൂടിയുടെ മുകളിൽ സെൻറ്ററിൽ ഇങ്ങനെ സ്കെച്ച് ഉണ്ട് വരയ്ക്കുക. ഒരു വര വരച്ച് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് വേറെ വരയ്ക്കുക. കാരണം അത് വരയ്ക്കുമ്പോഴാണ് ഹോള് വരുള്ളൂ. അപ്പോൾ വരച്ച് കഴിഞ്ഞ ശേഷം നിങ്ങൾ കത്രിക എടുത്തിട്ട് വെട്ടി തുടങ്ങുക. അത് വെട്ടി തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു ലൈൻ കട്ട് ചെയ്യരുത്. ലൈനിൻ്റെ തൊട്ട് മുകളിൽ വരെ ഇങ്ങനെ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റേ വശം ലൈൻ കട്ട് ചെയ്യാണ്ട് ഇങ്ങനെ തൊട്ട് മുകളിൽ വരെ ഇങ്ങനെ കട്ട് ചെയ്ത് നിങ്ങൾ ഹോള് ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ഫോണ് ഹാങ് ഉള്ളതായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ. ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് അങ്ങനെ
നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടില്ല, കാരണം ഇവര് കാണിക്കാനായിട്ട് പറ്റില്ല. എനിക്ക് കാണിക്കണമെങ്കിൽ ഈ മൊബൈൽ ഫോൺ പൊന്തിച്ചിട്ട് വേണം. ഈ മൊബൈൽ ഫോണിലെ സ്കെയിലായിട്ട് പിടിക്കുക. അപ്പം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഇതുപോലെ വേണം കട്ട് ചെയ്യാനായിട്ട്. ഈ മൂടിയുടെ ഒരു ലൈനില്ലേ, ലൈൻ കാണുന്നില്ലേ, മൂടിയുടെ ഒരു ലൈൻ കണ്ടില്ലേ, സെൻറ്ററിൽ കണ്ടില്ലേ ഒരു ലൈൻ, അവിടെ വരെ ഈ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ ഇപ്പുറത്തും എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ ഇവിടെയും കട്ട് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, കാരണം ആ ലൈൻ അവിടെ കാണുന്നില്ല. ലൈൻ ഉണ്ട്, പക്ഷെ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അവിടെ ലൈൻ ഉണ്ട്, അപ്പോൾ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ ഈ ലൈൻ കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂടി 2 പീസാവും. അപ്പോൾ പീസായി കഴിഞ്ഞൊരു കാര്യമില്ല, കാരണം മൊബൈൽ ഫോണിന് ഹാങ് ചെയ്യാൻ പറ്റില്ല. കാരണം അതുകൊണ്ട് കട്ടായി പോയി കഴിഞ്ഞാൽ വേറെ ഡ്രീം കേക്കിൻ്റെ പെട്ടിയുടെ മൂടി തന്നെ യൂസ് ചെയ്യേണ്ടി വരും, ഇരട്ടി പണിയാവും. അപ്പോൾ അത് കട്ട് ചെയ്യാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് കഴിഞ്ഞാൽ മൊബൈൽ ഫോണ് ഇങ്ങനെ നല്ല രീതിയിൽ ലാൻഡ് സ്കെയിൽ ആക്കി പിടിച്ചിട്ട് ഇതിൻ്റെ ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കണം. നന്നായിട്ട് ഇറക്കി വയ്ക്കാൻ പാടില്ല, നന്നായിട്ട് ഇങ്ങനെ ഇറക്കി വെച്ചാൽ മൊബൈൽ ഫോൺ ഇതിൻ്റെ ഉള്ളിലേക്ക് വീണ് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ഉണ്ട്, കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. അതല്ലെങ്കിൽ എനിക്ക് മറ്റൊരു മൊബൈൽ ഫോൺ കിട്ടണവരെ ക്ഷമിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല, അതുപോലെ സിറ്റുവേഷനാണ്. കാണിച്ചു തരണമെങ്കിൽ മറ്റൊരു മൊബൈൽ ഫോൺ. ഇതാണ് എൻ്റെ ഡ്രീം കേക്കിൻ്റെ പെട്ടി ഉപയോഗിച്ചിട്ടുള്ള മൊബൈൽ ഫോണിൻ്റെ സ്റ്റാൻഡ്. ഇതെൻ്റെ ഒരു കൃതിയാണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു മൊബൈൽ ഫോണിൻ്റെ സ്റ്റാൻഡാണ്. അപ്പോൾ ഡ്രീം കേക്കിൻ്റെ പെട്ടി ഉപയോഗിച്ചിട്ടാണ് ഞാനിത് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.